വിമാനത്തിൽ ബോംബുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നു. ആ പണവും കൊണ്ട് അതേ വിമാനത്തിൽ വെച്ച് തന്നെ അയാൾ എങ്ങോട്ടോ അപ്രത്യക്ഷനാവുന്നു. ലോകമെമ്പാടും FBI അരിച്ചുപെറുക്കിയെങ്കിലും ഇയാളെക്കുറിച്ചൊരു തുമ്പും ലഭിച്ചില്ല. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായൊരു വിമാന റാഞ്ചൽ. നോക്കാം ഇന്റർപോളിലും പിടികൊടുക്കാത്ത DB കൂപ്പറിനെ കുറിച്ച്. നവംബർ 24 അമേരിക്കയിലെ ഓറിഗണിലെ പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. വെളുത്ത ഷർട്ടും കറുത്ത മഴക്കോട്ടും ടൈയും ധരിച്ചൊരാൾ കയ്യിലൊരു പെട്ടിയുമായി വിമാനം പുറപ്പെടാനിരിക്കെ ഓടിയെത്തുന്നു. ഏകദേശം 45 വയസ്സ് പ്രായം. അയാൾ നോർത്ത് വെസ്റ്റേൺ ഓറിയന്റ് എയർലൈൻസ് കൗണ്ടറിൽ പോയി വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. ഡാൻ കൂപ്പർ എന്നാണ് അയാൾ പേര് പറഞ്ഞത്. വെറും 30 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള യാത്ര. ഫ്ലൈറ്റ് 305-ൽ പിൻനിരയിലെ സീറ്റിൽ അയാൾ ഇരുന്നു. ഗോർബൻ വിസ്കിയും സോഡയും കൂപ്പർ ഓർഡർ ചെയ്തു. വിമാനം യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി എയർ ഹോസ്റ്റസ് ഫോറിൻ ഷഫ്നർ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന ചോദ്യം യാത്രക്കാരോട് ചോദിക്കുന്നു. എയർ ഹോസ്റ്റസ് കൂപ്പറിന് സമീപമെത്തുന്നു. ഒരു പേനയും പേപ്പറും കൂപ്പർ ആവശ്യപ്പെട്ടു. അയാൾ ആ കടലാസിൽ എന്തോ എഴുതിയ ശേഷം എയർ ഹോസ്റ്റസിന് തിരികെ നൽകി. ഒരു മധ്യവയസ്കൻ തൻ്റെ ഫോൺ നമ്പർ എഴുതിയതായിരിക്കും എന്ന് കരുതി എയർ ഹോസ്റ്റസ് ആ കുറിപ്പ് തുറന്നു നോക്കിയില്ല. മാഡം, ആ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കാൻ കൂപ്പർ ആവശ്യപ്പെടുന്നു. പേപ്പർ തുറന്നു നോക്കിയ എയർ ഹോസ്റ്റസ് ഒന്ന് ഞെട്ടി. എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇഷ്ടമല്ല. എൻ്റെ പെട്ടിയിൽ ഉഗ്രസ്ഫോടനങ്ങൾ നടത്താനുള്ള ബോംബുകളുണ്ട്. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് നേടിയാൽ ഞാൻ പോയിക്കൊള്ളാം എന്നാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഞെട്ടൽ മാറാതെ നിന്ന് എയർ ഹോസ്റ്റസിനെ നോക്കി കൂപ്പർ പെട്ടി തുറന്നു. ബാറ്ററികളും വയറുകളും കൊണ്ട് നിർമ്മിച്ച ബോംബുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. എയർ ഹോസ്റ്റസ് നേരെ പൈലറ്റിൻ്റെ അടുത്തേക്കോടി. $2,00,000 4 പാരച്യൂട്ടുകളും വേണമെന്ന് കൂപ്പർ ആവശ്യപ്പെട്ടു. വിമാനം സിയാറ്റിൽ എത്തുമ്പോൾ ഇന്ധനം നിറയ്ക്കാൻ ട്രക്ക് റെഡിയാക്കി നിർത്തണം. തന്നെ പിടികൂടാൻ ശ്രമിച്ചാൽ 6 ജീവനക്കാരെയും 36 യാത്രക്കാരെയും കൊല്ലുമെന്നും കൂപ്പർ ഭീഷണിപ്പെടുത്തി. എയർ ട്രാഫിക് കൺട്രോളിനും FBIക്കും പൈലറ്റ് വിവരം കൈമാറി. ആവശ്യപ്പെട്ടതെല്ലാം തരാം, കുറച്ചു സമയം വേണമെന്നും യാത്രക്കാരെ ഉപദ്രവിക്കരുത് എന്ന സന്ദേശം അധികൃതർ കൂപ്പറിന് കൈമാറി. വിമാനം റാഞ്ചിയ കാര്യമൊന്നും അധികൃതർ യാത്രക്കാരെ അറിയിച്ചില്ല. സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് ലാൻഡിംഗ് വൈകുന്നത് എന്ന് മാത്രം പറഞ്ഞു. 2 മണിക്കൂർ ആകാശത്ത് ചുറ്റിക്കറങ്ങിയ ശേഷം വിമാനം വൈകിട്ട് 5:40 സിയാറ്റിൽ ഇറങ്ങി. കൂപ്പർ ആവശ്യപ്പെട്ട പ്രകാരം എയർലൈൻസ് ഉദ്യോഗസ്ഥൻ പണവും പാരച്യൂട്ടുമായി വിമാനത്തിൻ്റെ അടുത്തെത്തി. ഷാർപ്പ് ഷൂട്ടേഴ്സ് എന്തിനും തയ്യാറായി നിന്നു. പണം വാങ്ങാൻ കൂപ്പർ ഡോറിൻ്റെ അടുത്തെത്തുന്ന നിമിഷം വെടിവെച്ചിടാൻ ഷൂട്ടർമാർ തയ്യാറായി നിന്നു. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കൂപ്പർ ഒരു പൈലറ്റിൻ്റെ വസ്ത്രം ഊരി വാങ്ങി. അത് ധരിച്ചാണ് പുറത്തിറങ്ങിയത്. കൂപ്പറാണോ വിമാന ജീവനക്കാരനാണോ എന്ന് തിരിച്ചറിയാൻ ഷൂട്ടർമാർക്ക് കഴിഞ്ഞില്ല. പണവുമായി വിമാനത്തിൽ നിന്ന് ചാടാനാണ് പ്രതിയുടെ പദ്ധതി എന്ന് പിടികിട്ടിയ FBI പ്രവർത്തിക്കാത്ത പാരച്യൂട്ട് നൽകിയാലോ എന്ന് ആദ്യം ചിന്തിച്ചു. പക്ഷേ 4 പാരച്യൂട്ടുകൾ ആവശ്യപ്പെട്ടതിനാൽ വിമാന ജീവനക്കാരിൽ ആരെയെങ്കിലും പരീക്ഷണത്തിന് വേണ്ടി ചാടിച്ചാൽ അവരുടെ ജീവൻ അപകടത്തിലാവുമോ എന്ന ചിന്ത വന്നതോടെ FBI ആ പദ്ധതി ഉപേക്ഷിച്ചു. പണവും പാരച്യൂട്ടും ലഭിച്ചതോടെ കൂപ്പർ 36 യാത്രക്കാരെയും ചില ജീവനക്കാരെയും വിട്ടയച്ചു. വിമാനത്തിൽ ബാക്കിയുണ്ടായിരുന്നത് 2 പൈലറ്റുമാരും എഞ്ചിനീയറും കൂപ്പറും മാത്രം. ഇന്ധനം നിറച്ചതിനു ശേഷം മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം പറപ്പിക്കാൻ കൂപ്പർ പൈലറ്റിനോട് പറഞ്ഞു. 10,000 അടിയിൽ താഴെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ താഴെ വേണം പറക്കാനെന്നും നിർദ്ദേശിച്ചു. അതേസമയം 2 ഫൈറ്റർ വിമാനങ്ങൾ കൂപ്പറിൻ്റെ വിമാനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. ടേക്ക് ഓഫിന് ശേഷം കൂപ്പർ വിമാന ജീവനക്കാരെ കോക്ക്പിറ്റിൽ കയറ്റി വാതിലടച്ചു. വിമാനത്തിൽ അക്കാലത്ത് സുരക്ഷാ ക്യാമറകളില്ല. കൂപ്പർ പണമടങ്ങിയ ബാഗ് ശരീരത്തിൽ വെച്ച് കെട്ടുന്നത് ജീവനക്കാർ കോക്ക്പിറ്റിൽ കൂടി കണ്ടു. രാത്രി 8 മണിയോടെ കോക്ക്പിറ്റിലെ മുന്നറിയിപ്പ് ലൈറ്റുകൾ തെളിഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പൈലറ്റ് ഇന്റർകോമിലൂടെ കൂപ്പറിനോട് ചോദിച്ചു. വേണ്ട എന്നായിരുന്നു കൂപ്പറിൻ്റെ മറുപടി. രാത്രി 10:15 നൊവാഡയിലെ റൊനോയിൽ വിമാനം ലാൻഡ് ചെയ്തു. ഉടനെ പോലീസ് വിമാനത്തിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തിയെങ്കിലും കൂപ്പർ അതിൽ ഉണ്ടായിരുന്നില്ല. വിമാനത്തിൽ നിന്നും ലഭിച്ചത് കൂപ്പറിൻ്റെ ടൈയും 2 പാരച്യൂട്ടും മാത്രം. വിദഗ്ധർ എത്തി വിമാനത്തിൽ നിന്നും വിരലടയാളങ്ങൾ ശേഖരിച്ചു. പോർട്ട്ലാൻഡിന് 25 കിലോമീറ്റർ വടക്ക് ലൂയിസ് നദിക്ക് സമീപമായിരിക്കും കൂപ്പർ ചാടിയത് എന്ന് പൈലറ്റ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അരിച്ചുപെറുക്കിയെങ്കിലും ഫലം കണ്ടില്ല.
കൂപ്പറിന്റെ ചാട്ടം റീക്രിയേറ്റ് ചെയ്തു. കൂപ്പർ ചാടിയ അതേ സ്ഥലത്തും ഉയരത്തിലും വെച്ച് കൂപ്പറിന്റെ ഏകദേശ ഭാരമുള്ള ഡമ്മിയെ പാരച്യൂട്ടിൽ പറത്തിയിറക്കി. പക്ഷേ കൂപ്പറിനെ കുറിച്ചൊരു വിവരവും ലഭിച്ചില്ല. കൂപ്പറിന് നൽകിയ പണത്തിന്റെ സീരിയൽ നമ്പർ പോലീസ് നോട്ട് ചെയ്തു വെച്ചിരുന്നു. ആ പണം എവിടെയെങ്കിലും ചിലവാക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു നീക്കം. ആ സീരിയൽ നമ്പേഴ്സ് പൊതുജനങ്ങളുടെ അറിവിലേക്ക് പലതവണ പ്രസിദ്ധീകരിച്ചു. എന്നിട്ടും ഒരു വിവരവും ലഭിച്ചില്ല. 1980 ഫെബ്രുവരി 10 കൊളംബിയ നദിയിൽ കളിക്കുന്നതിനിടെ ബ്രയാൻ ഇൻഗ്രാം എന്ന 8 വയസ്സുകാരന് ചിലയിൽ നിന്നും നോട്ടുകൾ നിറഞ്ഞൊരു ബാഗ് കിട്ടി. ദ്രവിച്ച നിലയിൽ കണ്ടെത്തിയ ആ നോട്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൂപ്പറിന് നൽകിയതുമായി സാമ്യമുള്ളവയായിരുന്നു. അപ്പോഴും കൂപ്പർ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായില്ല. കനത്ത മഴയും കാറ്റും -7°C തണുപ്പ് കാരണം വിമാനത്തിൽ നിന്നുള്ള ചാട്ടം കൂപ്പർ അതിജീവിച്ചു കാണില്ല എന്നായിരുന്നു തുടക്കം മുതൽ FBIയുടെ നിഗമനം. മാത്രമല്ല 4 പാരച്യൂട്ടുകൾ കൂപ്പർ തിരഞ്ഞെടുത്ത് ഏറ്റവും മോശമായ 2 പാരച്യൂട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചുള്ള മുൻപരിചയം കൂപ്പറിനില്ല എന്ന നിഗമനത്തിൽ FBI എത്തി. എങ്കിലും 700-ലധികം ആളുകളെ ചോദ്യം ചെയ്തു. DB കൂപ്പർ എന്ന പേര് വ്യാജമാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. CCTV ക്യാമറകളുടെ കാലം അല്ലാത്തതുകൊണ്ട് തന്നെ FBIക്ക് കൂപ്പറിന്റെ ഒരു ഫോട്ടോ പോലും ലഭിച്ചില്ല. വിമാന ജീവനക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. 45 വർഷത്തെ അന്വേഷണത്തിനു ശേഷം കൂപ്പറിന്റെ പോയിട്ട് ആ പാരച്യൂട്ടിന്റെ പൊടി പോലും FBIക്ക് കിട്ടിയില്ല. 2016 ജൂലൈ 8 കേസ് അന്വേഷണം അവസാനിപ്പിച്ചതായി FBI അറിയിച്ചു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെയും പോലീസിനെയും കബളിപ്പിച്ച് അപ്രത്യക്ഷനായ DB കൂപ്പർ ആര് എന്നത് ഇന്നും ചുരുളെഴുത്ത് രഹസ്യമായി തുടരുന്നു.